മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 വലിയ സവോളയാണ്, വലുത് 2 മീഡിയം സൈസാണ് 3 എടുക്കണേ. പിന്നെ ഒരു 7 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുക. ഇഞ്ചി വലിയൊരു പീസ് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില എന്തേലും ഇഷ്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതാണ് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി മസാലയ്ക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ ചുവന്ന മുളക് എടുക്കത്തില്ല കേട്ടോ, ചില്ലി പൗഡർ നമ്മൾ ഉപയോഗിക്കത്തേ ഇല്ല. ഇതിൻ്റെ എരിവിന് കുരുമുളകും പച്ചമുളകും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഒരു 2 കിലോ ചിക്കനുള്ള മസാലയാണ് ഞാനിപ്പം പറഞ്ഞേക്കുന്നത് കേട്ടോ. കൂടുതൽ ചിക്കനാണെങ്കിൽ അതിനനുസരിച്ച് മസാലകൾ കൂട്ടിയെടുക്കണം. ഇവിടെ നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം അതൊരു മിനിറ്റ് ഒന്ന് വഴറ്റണേ. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. സവോള എന്നിട്ട് നോക്കട്ടെ. ഒരുപാടങ്ങ് എണ്ണ ഉപയോഗിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പക്ഷേ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുകയും വേണം. ഇനി നമുക്ക് സവോള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കണേ. തീരെ സിമ്മിൽ വെക്കണ്ട, കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് വഴറ്റാം. ഇതിനകത്ത് നമുക്ക് ഒരു സ്വല്പം കൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ, അല്ലെങ്കിൽ നന്നായിട്ട് വഴന്നു വരത്തില്ല. അതുകൊണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ അത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. സ്വല്പം കറിവേപ്പില ഇപ്പം ഇട്ട് കൊടുക്കാവേ. നമ്മളിതിനകത്ത് ഒരു വലിയ തക്കാളിയാണ് 1 തക്കാളി, അല്ലെ ചെറിയ തക്കാളിയാണ് 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ അത് കാണിച്ചില്ല കേട്ടോ. തക്കാളിയുടെ കാര്യം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ കാണിക്കട്ടെ, നമ്മുടെ മസാല മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല എല്ലാം കൂടി ഞാൻ നന്നായിട്ട് ഈ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ മല്ലിപ്പൊടിയുടെ ഒരു കുത്തൽ മണം വരും. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ കറി ചേർക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കുത്തൽ മണം പോകണമെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഈ സവോള വഴറ്റിയതിന് ശേഷം ഈ പൊടികളിട്ട് വഴറ്റണം. അതിനെക്കാട്ടി ഈസി ഇതാണ്. ഈ പൊടികൾ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പം നമുക്ക് അത്രയും നേരം വഴറ്റുന്ന ആ ജോലി കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇത് എളുപ്പമുള്ള വഴിയാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞുതരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടാനും എളുപ്പമാണ്. ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കുറച്ച് ഉപ്പിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ എന്നാ ചെയ്യാൻ പറ്റുമല്ലേ. ഇതിനകത്ത് വേണമെങ്കിൽ 2 പൊട്ടറ്റോ ഒക്കെ നമുക്ക് ഇടാം കേട്ടോ ഈ കറിക്കകത്ത്. അത് കുറച്ച് ഒരു ഹാഫ് കുക്ക് ആകണം ചിക്കൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊട്ടറ്റോ അങ്ങ് വെന്ത് വല്ലാണ്ടായി പോവേ. ഞാൻ ഇതിനകത്ത് 2 പൊട്ടറ്റോ ഇടുന്നുണ്ട്. അത് കുറച്ച് നേരം കഴിഞ്ഞേ ഇടത്തുള്ളൂ, അല്ലെ പിന്നെ കഴിക്കാൻ നേരം ആകുമ്പോൾ പൊട്ടറ്റോ കാണത്തില്ല, അളിഞ്ഞു പോകും എല്ലാം കൂടെ. ഈ കറി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയായിട്ട് നമ്മൾ ചുമലമുളക് ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നതേ ഇല്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും മാത്രം എരിവേ ഇതിനകത്തുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ. എരിവുള്ള മുളക് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 7 എണ്ണം ഇട്ടേക്കുന്നത്. ചില സമയത്ത് മുളക് ഒട്ടും എരിവില്ലാത്ത മുളക് കിട്ടും. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല. ഇറച്ചിക്കും മീനും ഒക്കെ നമുക്ക് ഒരു സ്വല്പം എരിവ് വേണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും
എരിവുള്ള മുളക്. പിന്നെ ചിലർക്ക് എരിവ് അധികം പറ്റത്തില്ല കേട്ടോ, വയറിനൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളവരൊന്നും അധികം എരിവ് കഴിക്കരുത്. പക്ഷേ ഓരോരുത്തരുടെ ഹെൽത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ആഹാരമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ. പ്രശ്നമൊന്നും ഇല്ലാത്തവർക്കൊരു സ്വല്പം, എന്നാലും ഒരു പരിധിക്ക് അപ്പുറമൊന്നും എരിവ് കഴിക്കരുത് കേട്ടോ. ഇത് ഏതാണ്ടൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഈ തക്കാളി ആദ്യം മുറിച്ചിടുന്നത് എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെ ഒരു പച്ചമണമുണ്ട്, ഒരു പച്ചച്ചൊവ്വ. ആ പച്ചച്ചൊവ്വയും കൂടെ മാറണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പൊടിയായിട്ട് ഇട്ട് അതൊന്ന് വഴന്നു വരുമ്പോഴേ പിന്നെ തക്കാളി ഇടാറുള്ളൂ സാധാരണ. ഇത് നമ്മൾ ആദ്യമേ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തക്കാളി ഇടാം. തക്കാളി ഇട്ട് അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ എല്ലാം ഒന്ന് മാറിയിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴലണം. നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. സവോള എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ പൊടികൾ ഇനി നന്നായിട്ട് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും സിമ്മിലേക്ക് ആക്കിയേക്കണേ. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നമ്മൾ ഇത് ചൂടാക്കാത്ത പൊടിയാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് എല്ലാം മാറി കിട്ടത്തുള്ളേ. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത കാരണം നമുക്ക് 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ടേന് അതങ്ങ് ശരിയായിക്കോളൂ. ഇതിലേക്ക് ഞാൻ ഒരു കറുവപ്പട്ട ഇട്ട് കൊടുക്കുകയാണ്, ചെറിയൊരു പീസ്. ഗരം മസാല ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു പീസ് അങ്ങനെ കിടക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനാണേലും മീനാണേലും എപ്പോഴും ആ കുക്ക് ചെയ്യുന്ന ആ സമയത്തുണ്ടല്ലോ ഒരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം. അയ്യോ, ലിവർ പതുക്കെ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് വെന്തു പോകും. ലിവർ ഈ പറയുന്ന പൊട്ടറ്റോ ഇടുന്ന പോലെ ഒരു ഹാഫ് കുക്ക് ആയതിന് ശേഷം നമുക്ക് ലിവറും പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടും കാണത്തില്ല, കലങ്ങിപ്പോവും. ഇനി നല്ലപോലെ ഇളക്കി ഇതൊന്ന് മിക്സ് ആകണേ. സ്വല്പം നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും. ഇതൊന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിങ്ങനെ വെച്ചൊന്ന് ഞാൻ അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റ് വേവിക്കും. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം. നേരത്തെ നമ്മൾ പൊടികളിട്ടപ്പോൾ സിമ്മിലാക്കിയില്ലേ, ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കണേ. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വേവട്ടെ. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഈ ചിക്കൻ വെച്ചിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ കപ്പ് വെള്ളം ഞാൻ ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയൊരു കപ്പ് വെള്ളമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ കൂട്ടി തന്നെ വെച്ചേക്കണേ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണേ. ഞാൻ ഇച്ചിരി വലിയ പീസായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് ഉപ്പൊന്ന് നോക്കിക്കോണേ. നമ്മൾ ശകലം കഴിയുമ്പോൾ 2 പൊട്ടറ്റോ ഇട്ട് കൊടുക്കും. ഇതിനകത്ത് അതിനും കൂടെ ഉള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം ഇപ്പോഴേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 35 മിനിറ്റൊക്കെ ഞാൻ വേവിക്കും കേട്ടോ. 35-40 മിനിറ്റോളം ഞാൻ ചിക്കൻ വേവിക്കും. അന്നേരം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ 2 പൊട്ടറ്റോയും കൂടി ഇതിനകത്തോട്ട് ചേർക്കും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിനായി. നമ്മൾ ഇച്ചിരി ഗ്രേവിയോട് കൂടിയ ഒരു കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ഗ്രേവി കാണത്തില്ല. ഇത് വെന്ത് വരുമ്പോഴേ വെന്ത് കുറച്ചുകൂടെ കുറുകണം. ഇപ്പോൾ 20 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ ഒരു 20 മിനിറ്റ് കൂടെ ഇത് വെക്കും. ഈ സമയത്ത് നമുക്ക് ഒരു 3 ഇടത്തരം പൊട്ടറ്റോ ഞാനിങ്ങനെ 4ആയിട്ട് കീറി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ലിവർ ഉള്ളതും കൂടെ ഈ സമയത്ത് നമ്മളങ്ങ് ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തേക്കണം. പൊട്ടറ്റോ ഒക്കെ ആ ഗ്രേവിക്കകത്ത് മുങ്ങിയിരിക്കണേ. അതിൻ്റെ ആ ഉപ്പും ഒക്കെ പിടിക്കണ്ടേ, അതിനായിട്ട് ഇതിൻ്റെ താഴ്ത്തി അങ്ങ് കൊടുക്കണം. ഈ ചിക്കനകത്തും ബീഫിനകത്തും ഒക്കെ ഈ അമ്മച്ചിമാരിങ്ങനെ ഈ പൊട്ടറ്റോ ഇടും. എന്തിനാണെന്നറിയോ? വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക്
എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോഴത്തേന് ഈ പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ച് കുഞ്ഞുങ്ങളുടെ വായി വെച്ച് കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു കുറച്ച് തീരെ പൊടി കുഞ്ഞുങ്ങളല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ഇറച്ചിയൊന്നും ചവയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുണം കുറച്ചൊക്കെ അവർക്ക് കിട്ടും, ആ ടേസ്റ്റൊക്കെ. കാരണം പിള്ളേർ അത് കഴിക്കുകയും ചെയ്യും. അതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ പൊട്ടറ്റോ ഇങ്ങനെ ഇടുന്നതേ. ഇനി അടച്ചു വെച്ചങ്ങ് വേവിക്കണേ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെച്ചിട്ട് 40 മിനിറ്റായേ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനിത് ഇളക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കും കേട്ടോ. ഇപ്പം ചിക്കനെല്ലാം വെന്ത് എന്താ പൊട്ടറ്റോ ഇട്ടതും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉണ്ടോ, എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണവും ഒരു രുചിയൊക്കെ ഉണ്ടാകുമേ. ഒരു സ്വല്പം കുരുമുളക് പൊടി നമുക്കതിൻ്റെ പുറത്തുകൂടെ ഒരു സ്വല്പം ആ ഒരു ഫ്ലേവർ ചെറുതായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളൊരു സ്വല്പം കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കണേ ഇങ്ങനെ. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, ആ ഒരു മണവും എല്ലാം കുടുങ്ങി കയറി വരും. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയായത്. ഇതിനകത്ത് ഒട്ടും ചില്ലി പൗഡറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊട്ടറ്റോസും കൂടെ നമ്മൾ ആഡ് ചെയ്യുവേ. ഇത് നല്ല ചോറിൻ്റെയും ചപ്പാത്തി, പൊറോട്ട, പുട്ട്, അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. താങ്ക്